വിമത അട്ടിമറിയെ തുടർന്ന് ഞായറാഴ്ച സിറിയയിൽ നിന്ന് കടന്ന പ്രസിഡന്റ് ബാഷർ അൽ അസദിന് രാഷ്ട്രീയ അഭയം നൽകിയെന്ന് റഷ്യൻ പ്രസിഡന്റിന്റെ വക്താവ് ദിമിത്രി പെസ്കോവ് സ്ഥിരീകരിച്ചു. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ തീരുമാനപ്രകാരമായിരുന്നു ഇത്. എന്നാൽ അസദ് എവിടെയുണ്ടെന്ന് പെസ്കോവ് പറഞ്ഞില്ല. വിമതരുടെ മുന്നേറ്റത്തെ തുടർന്ന് രാജ്യം വിട്ട ബഷാർ അൽ അസദും കുടുംബവും റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലുണ്ടെന്നായിരുന്നു റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. മാനുഷിക പരിഗണനയിലാണ് റഷ്യ അസദിനും കുടുംബത്തിനും അഭയം നൽകിയതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. റഷ്യയിലെ സിറിയൻ സ്ഥാനപതി കാര്യാലയത്തിൽ വിമതരുടെ പതാക ഉയർത്തി. സിറിയയിലെ റഷ്യയുടെ സേനാ താവളത്തിന്റെ കാര്യം വിമതരുമായി ചർച്ച ചെയ്യുമെന്ന് സർക്കാർ കേന്ദ്രങ്ങൾ അറിയിച്ചു. 2011 മുതൽ 2016 വരെയുള്ള ആഭ്യന്തര യുദ്ധകാലത്തും അതിനുശേഷവും അസദിന്റെ പ്രധാന സംരക്ഷകരായിരുന്നു റഷ്യ. അസദും കുടുംബവും സിറിയ വിട്ടെന്നും സമാധാനപരമായ അധികാര കൈമാറ്റത്തിന് തയ്യാറാണെന്ന് അറിയിച്ചെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. സിറിയയിലെ റഷ്യൻ സൈനിക കേന്ദ്രങ്ങൾക്കും നയതന്ത്ര ഓഫീസുകൾക്കും സുരക്ഷ ഉറപ്പാക്കുമെന്ന് വിമതർ അറിയിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട്. ഹയാത്ത് തഹ്രീർ അൽ ഷാം സംഘടന നേതൃത്വം നൽകുന്ന വിമത സഖ്യം അധികാരം പിടിച്ചതോടെയാണ് 24 വർഷം സിറിയ ഭരിച്ച ബഷാർ അൽ അസദ് ഭാര്യ അസ്മയ്ക്കും 2 മക്കൾക്കുമൊപ്പം റഷ്യയിലേക്ക് പലായനം ചെയ്തെന്ന വാർത്ത പ്രചരിച്ചത്. തലസ്ഥാന നഗരമായ ഡമാസ്കസ് കീഴടക്കിയതായി വിമതർ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഡമാസ്കസ് വിമാനത്താവളം വഴി അസദും കുടുംബവും രക്ഷപ്പെടുകയായിരുന്നു. അതേസമയം വിമത സഖ്യം പിടിച്ചെടുത്ത സിറിയയിലേക്ക് വൻ അഭയാർത്ഥി പ്രവാഹം. അസദ് കുടുംബ ആധിപത്യകാലത്തും 13 വർഷം നീണ്ട വിമത പോരാട്ടകാലത്തും സിറിയയിൽ നിന്ന് പലായനം ചെയ്തത് ലക്ഷക്കണക്കിന് ആളുകളാണ്. ഇവരിൽ ഭൂരിപക്ഷം പേർക്കും ഇടം നൽകിയത് തുർക്കിയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾക്ക് അഭയം നൽകിയ രാജ്യമായി ഇതോടെ തുർക്കി മാറി. പുതിയ സാഹചര്യത്തിൽ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്താനായി തുർക്കി സിറിയൻ അതിർത്തിയിലെത്തി കാത്തുനിൽക്കുകയാണ് ആയിരക്കണക്കിന് അഭയാർത്ഥികൾ തിങ്ങി നിറഞ്ഞതോടെ സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധിയിലായ തുർക്കി അഭയാർത്ഥികൾക്ക് സുരക്ഷിതമായി മടങ്ങിപ്പോകാനുള്ള സാഹചര്യമൊരുക്കുന്നു. അതേസമയം വിമത സഖ്യത്തിന്റെ തുടർ നടപടികൾ ഭയന്ന് സിറിയ വിടുന്നവരുമുണ്ട്.